നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ദോശയ്ക്കും ഇഡലിക്കും നല്ലൊരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയാണ്. ഇതിൽ തേങ്ങ ചേർക്കേണ്ട കാര്യമേ ഇല്ല, പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും കൂടെ ഇതിലേക്കിടുക. ഇത് ഒരു 5 മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരണം. 3 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുക. മുളക് ഇട്ടതിന് ശേഷം തീ കുറയ്ക്കുക. അതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. ഈ സവോള അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഒരു 7 മിനിറ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർക്കുക. വീണ്ടും ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വെക്കുക. കംപ്ലീറ്റ് തണുത്തതിന് ശേഷം ഇത് ഒരു മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു ചട്നിയാണിത്, ഒത്തിരി നീളത്തിൽ ഉണ്ടാക്കുന്നതല്ല. എന്നിട്ട് 1-2 പ്രാവശ്യം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇവിടെ നല്ല തിക്കായിട്ട് ഈ ചട്നി കിട്ടിയിട്ടുണ്ട്. തേങ്ങാ ചട്നി പോലെ തന്നെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 പേർക്കുള്ള ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ താളിക്കലിലാണ്. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചൂടാക്കിയെടുക്കുക. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. ഈ കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ തന്നെ ഉഴുന്നും കൂടെ ഇതിലേക്ക് ചേർക്കുക. തീ കുറയ്ക്കുക. ഉഴുന്ന് ഒരു ചുമന്ന കളറിലേക്ക് വരണം. ഒരു 1 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കളറ് മാറി വരും. ഇനിയും ചേർക്കേണ്ടത് 1 തണ്ട് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചമ്മന്തി നേരത്തെ വഴറ്റി ഉണ്ടാക്കിയത് കൊണ്ട് വീണ്ടും അത് ചൂടാക്കേണ്ട കാര്യമില്ല. വളരെ രുചികരമായതും തേങ്ങ ചേർക്കാത്തതും പെട്ടെന്നുണ്ടാക്കാവുന്നതുമായ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.